നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, നീ സഹായിക്കണം. കർത്താവേ, നടത്തിയ എല്ലാ വഴികൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ, നിൻ്റെ വചനമായിട്ട് നിൽക്കുമ്പോൾ കർത്താവേ, നീ തന്നെ സംസാരിക്കണം, നീ തന്നെ വിടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതൊന്നും കർത്താവേ, നീ സംസാരിപ്പാൻ കർത്താവ് ഇടയാക്കാതെ വേണം കർത്താവേ. അടിനെയും സൂക്ഷിക്കണം, കേൾക്കുന്നവരെയും കർത്താവേ നീ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് സ്തോത്ര പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കാനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകം കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. പ്രത്യേകം കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ചയും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടു. അതിന് മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച ഷാജി വേർ പറഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടിരുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കേണ്ടതിനെ പറ്റി നമ്മൾ കേട്ടു. ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സിനുബർ ഒരു കാര്യം പറഞ്ഞു. പരിജ്ഞാനത്തിൻ്റെ ആവശ്യം നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നതിനെ പറ്റിയും ദൈവത്തിൻ്റെ സഭയിലൂടെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ചെറുതായിട്ട് ദൈവം എന്നോട്, ചെറുതായിട്ടെന്ന് പറയുമ്പോൾ കർത്താവിനോട് സംസാരിച്ച ചില കാര്യങ്ങൾ മാത്രം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വേറെ ചൊവ്വാഴ്ച നമ്മൾ മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളിങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ പുറത്ത് കൊണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു. ഞാനും ആ കൂടെ പല കാര്യങ്ങളും സംസാരിക്കുന്നു. അപ്പം അതിനുശേഷം ചൊവ്വാഴ്ചയും നമ്മൾ മീറ്റിംഗ് കൂടി. ഞാനിതിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവല് എവിടെ വരെയാണെന്നുള്ളതിനെപ്പറ്റി ഞാനും സ്വയം ഒന്ന് എന്നെ തന്നെ ഞാൻ കാണുകയായിരുന്നു. കാരണം നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ എന്താണ് നമ്മളിൽ നിന്ന് പെട്ടെന്ന് പുറത്തോട്ട് വരുന്നത് എന്ന്. അപ്പം സുനിൽബാർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം, നമ്മൾ എന്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയവും ടൈം കൊടുക്കുന്നത്, ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് മുമ്പോട്ട് വരാനുള്ളൊരു സാധ്യത ഏറ്റവും കൂടുതലുണ്ടെന്ന്. ഏതിലാണ് നമ്മൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്നത്? അപ്പം നമ്മൾ മൊബൈലിലാണ് കൂടുതൽ, യൂട്യൂബിലുമാണ് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചായിരിക്കും നമുക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നത്. കാരണം നമ്മൾ ആ ഒരു മീഡിയയിലൂടെയാണ് എപ്പോഴും ബന്ധപ്പെട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചൊവ്വാഴ്ച മീറ്റിംഗ് നമ്മളുണ്ടായിരുന്നു. ശരിക്കും ഈ ചൊവ്വാഴ്ച സൂമിലാണ് മീറ്റിംഗ്. അപ്പോൾ സൂമിലൊക്കെ മീറ്റിംഗ് നമ്മൾ കൂടുമ്പം നമ്മൾ എത്രമാത്രം ഇതിൻ്റെ ആദ്യ അവസാനം വരെ നമ്മൾ ആ ഒരു ശ്രദ്ധയോടെ ഇരിക്കും എന്നുള്ളതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എത്രമാത്രം ആ കാര്യത്തിനകത്ത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അറ്റൻഷനിലാണോ ആ സമയത്ത് ഇരിക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് സ്വയം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. കാരണം മീറ്റിങ്ങിൻ്റെ അവസാനം വരെ എത്ര പേരാ സൂമിലുണ്ടാകും എന്നുള്ളത് നമ്മൾ സ്വയം എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആദ്യ അവസാനം വരെ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യമൊക്കെ ആ ലെവലിലാണോ നമ്മൾ കേൾക്കുന്നതെന്നുള്ളത്, അതോ നമ്മൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള ആറ്റിറ്റ്യൂഡുകളും മറ്റുള്ള ബിസികളിലൊക്കെ ആണോ എന്നുള്ളത് ഒന്ന് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച സുനിൽബാർ ഒരു കാര്യം പറഞ്ഞ് താമസിച്ച് വരുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും നേരത്തെ വന്നു. അപ്പം ഞാനിതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മാറേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊരു മാറ്റം ആവശ്യമുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം എല്ലാം പറയണമല്ലോ. അപ്പം നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ എത്ര ആത്മാർത്ഥതയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാനടക്കമാണ് ഈ പറയുന്നത്, നമ്മളിതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യുകയും എഴുതി വെക്കുകയും നമ്മൾ ഇവിടുന്ന് വചനം കേൾക്കുമ്പം നമ്മളോടം തന്നെ ആ വചനത്തിന് അടുത്ത ഒരു മറുവാക്യമൊക്കെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിൽ ഓർക്കും. സൗരൻ ഇന്ന പറയുമ്പോൾ ഇന്നടത്ത് നമ്മൾ നോട്ട് ചെയ്യും. നമ്മുടെ ചിന്തയിലൂടെ അത് കടന്നു പോകും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതൊക്കെ നമുക്കെല്ലാം സാധ്യമാണ്. പക്ഷേ ഇത് നമ്മുടെ റിയൽ ലൈഫിലോട്ട് എത്രമാത്രം വരുന്നു എന്നുള്ളൊരു കാര്യം, അത് എത്രമാത്രം നമ്മുടെ ഹൃദയത്തിനകത്ത് പതിയുന്നു എന്നുള്ള കാര്യം,
ഇത് തന്നെയാണ് നമ്മുടെ മക്കളുടെ മുമ്പിലും നമ്മുടെ സഹോദരന്മാരുടെ മുമ്പിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്തെല്ലാം പ്രതിഫലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ താഴെ നിന്ന് തന്നെ തുടങ്ങണം. ശരിക്കും നമ്മൾ പലപ്പോഴും ഞാനടക്കമായി പറയുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇതൊക്കെ എത്രമാത്രം പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ ഏതാണ് നമ്മളെ ഈ ലോകപരമായിട്ട് കീഴടക്കി നിൽക്കുന്ന ആ കാര്യം, അത് നമ്മളൊന്ന് വിടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ എത്രമാത്രമാണ് അത് നമ്മളെ പിടിച്ചിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പം ഞാനിത് അഭിമുഖമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാട്ട് പ്രാർത്ഥനയെല്ലാം നമുക്കിങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളൊന്നുകൂടെ നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ സമയം നമ്മുടെ ദിവസങ്ങളിലായിരിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും എല്ലാം അത് ജെനുവിനായിട്ട് തന്നെയാണോ നമ്മളിത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്താൻ വേണ്ടി എന്നെയും കൂടെ കൂട്ടിയാണ് ഞാനിത് പറഞ്ഞത്. എന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നമുക്ക് ചില വാക്യങ്ങൾ, ഞാൻ വലിയ ചെറിയ ചില കാര്യങ്ങൾ ദൈവം എന്നോട് ഓർപ്പിച്ച് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കെല്ലാം പരിചയമുള്ളത് നമ്മളെല്ലാം വായിക്കുന്ന വാക്യങ്ങൾ തന്നെയാണ്. ലൂക്കോസ് 12 ചില വാക്യങ്ങൾ വായിക്കാം. 12:4 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ ചെയ്യാത്തവരെ ഭയപ്പെടേണ്ട. അവരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ, അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏകദേശം താഴെ എഴുതിയിരിക്കുന്നു, 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. മനുഷ്യരുടെ മുമ്പിലും ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെയും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുന്നിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവരോടും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം എന്നോട് സംസാരിച്ച ചില വാക്യങ്ങളായിരുന്നു. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയും കൂടി വരികയും ഒക്കെ ചെയ്യുന്നു. അപ്പം നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നത്, മത്തായി 12 ചില വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കാം. അതായത് അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കുരുടനെ അല്ലെങ്കിൽ ഊമനായ ഒരു മനുഷ്യനെ കടത്താൻ്റെ ഇടയിൽ കൊണ്ടുവരികയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ആണ് അതിൻ്റെ അവിടുത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണത് പറയുന്നത്. അപ്പം പുരുഷാരമൊക്കെയും ഒരു അതിശയം പോലെ അതിനെ കാണുകയും പരീശന്മാരും അത് കേട്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഭൂതന്മാരുടെ തലവനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു തമ്മിൽ ഒരു വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം കർത്താവ് ഇതൊക്കെ പറഞ്ഞ് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ 30-31 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാവവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിൻ്റെ നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്ക്കുവിൻ, അല്ലായികയാൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വയ്ക്കുവിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ നിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാരകാര്യ വാക്കിനും ന്യായവിസ്താരത്തിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിൻ്റെ വാക്കുകൾ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇത്
എന്നോട് ദൈവത്തിൻ്റെ ഞാനിതിങ്ങനെ നമുക്കിതെല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഞാനിത് കോട്ട് ചെയ്തതെന്ന് വെച്ചാൽ എന്നോട് ദൈവം സംസാരിച്ച ഒരു കാര്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കർത്താവ് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ യഥാർത്ഥമായിട്ടും അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ അത് അതായത് ആ പരിശുദ്ധാത്മാവിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെതിരെ ഉള്ള കാര്യം. അപ്പം ചർച്ചിലൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇവിടെ ധാരാളമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് ശരിക്കും പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് അല്ലേ. പരിശുദ്ധാത്മാവാണ് ഇവിടെ നിന്ന് ഇപ്പം സഹോദരന്മാർ നിന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ കുറുവളയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ കുറുവളെ നമ്മളോട് കാണിച്ചു തരികയും ഇന്നിന്ന കാര്യങ്ങളിൽ നമ്മൾ കുറവുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പം നമ്മളത് അനുസരിക്കുകയാണോ അതോ അതിനെ ഏറ്റെടുക്കുകയാണോ അതോ അതിനെ തള്ളിക്കളയുകയാണോ? അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പുറമേ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും, അത് അതിൻ്റെ ഇടയിൽ വരച്ചിടാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അനുസരിക്കുക എന്നുള്ളൊരു കാര്യം, അതായത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ സഭയുടെ വ്യക്തമായിട്ട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ വചനം ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ പറയും ഇന്ന് പരിശുദ്ധാത്മാവ് സഹോദരനിലൂടെ സംസാരിക്കാൻ വേണ്ടി കർത്താവെ നീ സഹായിക്കണം, ആത്മാവ് എല്ലാ വ്യക്തികളോടും ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം സഹോദരന്മാർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംസാരിക്കുന്ന വചനം ജെനുവനായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. അത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ശരിക്കും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ. അപ്പം ഈ സംസാരിക്കുന്ന വചനം നമ്മൾ അത് ഏറ്റെടുക്കുന്നു എന്ന് നമ്മൾ പറയുകയും പക്ഷേ അതനുസരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ശരിക്കും എന്തോ സംഭവിക്കുന്നത്? നമ്മളെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിതൊക്കെ പറഞ്ഞാലും ഇത് കേൾക്കുന്നു, കടന്നു പോകുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏരിയയിൽ എവിടെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, സർപ്പസന്തതിയെ നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കാൻ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഈ നല്ല നിക്ഷേപം ഉണ്ടാവണമെങ്കിൽ ശരിക്കും നമ്മുടെ ഹൃദയത്തിലോട്ട് നിക്ഷേപിക്കേണ്ടത് എന്താ? നല്ലതാണ് നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നുണ്ടോ അതോ അത് നമ്മൾ ശരിക്കും കേട്ടതിന് ശേഷം ഒരു നിക്ഷേപമായിട്ട് നമ്മൾ എടുക്കാതെ, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം, അല്ലെങ്കിൽ ഈ വചനമാണ് എനിക്ക് മുമ്പോട്ട് ആധാരമായിരിക്കുന്നത്, എൻ്റെ ലൈഫിലും എൻ്റെ നടപ്പിലും എല്ലാം എന്നെ മുമ്പോട്ട് നടത്തുന്ന ഇത് വചനമാണ്, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മളത് ഏറ്റെടുക്കാത്തത്, അല്ലെങ്കിൽ അതൊരു നിക്ഷേപമായിട്ട് ഇരിക്കുന്നില്ല. കാരണം അത് നിക്ഷേപിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് പലപ്പോഴും അതിന് യോഗ്യമല്ലാത്ത പല കാര്യങ്ങളും അവിടെ കിടക്കുന്നത് കൊണ്ടാണ് അവിടെ നിക്ഷേപിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ വചനം കേൾക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മാനസാന്തരവും ഒരു ഏറ്റുപറച്ചിലുമാണ് ആവശ്യം. കർത്താവ് ഇന്ന കാര്യങ്ങൾ എൻ്റെ വചനങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് കിടക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനെ നിക്ഷേപിക്കാൻ കഴിയാതെ വണ്ണം, അതിനെ ഏറ്റെടുക്കാൻ കഴിയാതെ വണ്ണം അതിന് വിരുദ്ധമായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് കിടക്കുന്നു. കർത്താവ് ആദ്യം നമുക്ക് ആ ഒരു കാര്യത്തിനകത്തൊരു മനസാന്തരം വേണം. അത് ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഉപേക്ഷിച്ച് കളയുമ്പോൾ, അവിടുന്ന് അത് എംപ്റ്റി ആയി കഴിയുമ്പോൾ ഈ വചനം അവിടെ ഒരു നിക്ഷേപമായിട്ട് തീരും. ഞാനത് ഇങ്ങനെ എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ട ഒരു കാര്യമായിരുന്നു. അതിനുശേഷം നിൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുന്നു, ദുഷ്ടനോ അവൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ദുഷ്ടമായ കാര്യങ്ങളാണ് പുറപ്പെടുന്നത്. അപ്പം ഇതെല്ലാം ഞാനിത് വലിയ ഒരു ഇതായിട്ടല്ല, ഇത് ഒരു ചെറിയ രീതിയിൽ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു കാര്യങ്ങളാണ്. കാരണം ഞാനും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിലും കർത്താവ് ഓരോ ദിവസവും എന്നെ നടത്തുന്നതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതെല്ലാം നമ്മളെ എവിടോട്ടാണ് എത്തിക്കുന്നതെന്നുള്ളൊരു കാര്യം. നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മളിപ്പം കൂടി നിൽക്കുന്നിടത്തും കൂടി വരുന്നിടത്തും ഒക്കെ എന്താണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു പോകും. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒന്നുകൂടെ ഇതിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം,
എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്നവരാണേലും ഈ പുൽപ്പറ്റിൽ നിന്ന് സംസാരിക്കുന്നവരാണേലും ഈ പുൽപ്പറ്റിൽ നിന്ന് സംസാരിച്ചത് കേട്ടിട്ട് നിന്ന് സംസാരിക്കുന്നവരാണേലും ആരാണേലും ഇതിനെല്ലാം നമ്മളൊരു കണക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക. അതുപോലെ തന്നെ ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്ക്കുവിൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വയ്ക്കുവിൻ. ഫലം കണ്ടല്ലോ വൃക്ഷം തിരിച്ചറിയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ നിക്ഷേപം, നല്ല നിക്ഷേപം, അതായത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യും. അത് ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം നമുക്ക് നിരന്തരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക്, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരമായിട്ടൊരു ബന്ധം, ഒരു സമ്പർക്കം നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ശരിക്കും പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു ആ ഒരു ബന്ധത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം, അല്ലെങ്കിൽ ആ ഫ്രീഡത്തോടു കൂടി നമുക്ക് സംസാരിപ്പാൻ, ഇന്നത് പറയണം പറയണ്ട, അങ്ങനെ ഒരു നിരന്തരം ദൈവമായിട്ടൊരു ബന്ധം ഏത് സമയങ്ങളിൽ നമുക്കുണ്ടോ അതോ നമ്മൾ കൂടി വരുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും അല്ലെങ്കിൽ നമ്മുടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം മാത്രം ആ ഒരു ബന്ധം, അതിനുശേഷം നമുക്കൊരു ബന്ധമില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ എന്നുള്ളത് കൂടെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിലും ഞാൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കേട്ട് ആ ഒരു നിക്ഷേപം, അതായത് ആ കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിക്ഷേപിപ്പാൻ, ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം മാത്രം എപ്പോഴും സംഹരിപ്പാനും അത് പൂർണ്ണമായിട്ടും അനുസരിപ്പാനും, അതിനെ പൂർണ്ണമായിട്ടും ആ നിക്ഷേപത്തിൽ നിന്ന് വേണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും, നമ്മുടെ റൂമിലായിരിക്കുമ്പോഴും, നമ്മുടെ പൈതങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോഴും, എല്ലായിടത്തും ആ ഒരു കർത്താവ് തരുന്ന ഒരു നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് സംസാരിപ്പാൻ, ആ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ.